നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലൻ കൊള്ളുമലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമ്മൽ ബാലനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എല്ലാ വർഷങ്ങളിലും വരെയും ഈ വർഷവും സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുന്തിയ പരിഗണന നൽകി അതേസമയം പശ്ചാത്തല മേഖലയിൽ വിവിധങ്ങളായ പദ്ധതികൾക്കായി കൂടുതൽ തുക വകയിരുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2025-26 വർഷത്തേക്കുള്ള ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രധാന പദ്ധതികൾ: ശ്മശാനത്തിൽ 2 കോടി. ആധുനിക കാലത്ത് മരണപ്പെട്ടവരുടെ ശരീരം അടക്കം ചെയ്യാൻ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചെറിയ കുടുംബങ്ങൾ പരിമിതമായ സ്ഥലത്ത് വെച്ച് വീട് വെച്ച് താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ പഞ്ചായത്തിലും ആധുനിക രീതിയിലുള്ള ശ്മശാനങ്ങൾ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ കലക്ടർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങിയവ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. 33,26,43,884 രൂപ വരവും 32,85,46,000 രൂപ ചെലവും 40,97,884 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്ക് കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ശ്മശാനത്തിന് 2 കോടി രൂപ, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ 60 ലക്ഷം രൂപ, ഭവന നിർമ്മാണത്തിന് 1 കോടി രൂപ, കൃഷിക്കും മൃഗസംരക്ഷണത്തിനും തൊഴിൽ വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ അധ്യക്ഷത വഹിച്ചു. 1953 പാനൂർ ഗ്രാമപഞ്ചായത്ത് വെച്ച് രൂപീകരിച്ച തൃപ്പങ്ങോട്ടൂർ കൊയ്യൂർ ഗ്രാമപഞ്ചായത്തായി 1962 കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച ഒരു പഞ്ചായത്താണ് തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ശ്രീമാൻ കൊട്ടങ്ങണ്ടി കുഞ്ഞമ്മദാജി മുതൽ 14 പ്രസിഡന്റുമാർ പ്രസിഡന്റ് പദവിയിലിരുന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. ഏതൊരു ഭരണസമിതിയുടെയും മുൻകാല ഭരണകാലങ്ങളുടെയും ഒരു തുടർച്ചയാണ് പുതിയ ഭരണസമിതി. ടി കെ ശങ്കരൻ, എ നാണു, ആർ ഉഷ, മനോജ്, കെ ഇസ്മയിൽ, പി കെ അലി, എ കെ ഭാസ്കരൻ, സുധാ ബാസു, നസീമ ചാമാളിയിൽ, ടി ടി ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി വി വി പ്രസാദ് സ്വാഗതം പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.